ഇനിയിപ്പോ 14 ദിവസം ഇതിൻ്റെ കസ്റ്റഡിയിലല്ലേ. അത് കഴിഞ്ഞാൽ ഇതും കൊണ്ട് നിങ്ങൾ പിന്നെയും പോവും. ഒരു കാര്യം ചെയ്യും സൽമാത്ത, എന്തായാലും ഇപ്പോൾ പാസ്പോർട്ട് സൽമാത്താന്റെ കയ്യിലെത്തില്ലേ, ഇനി തിരിച്ചു കൊടുക്കണ്ട. എന്നാ പിന്നെ കാക്കാക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. എന്താ സൽമാത്ത, പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാനെങ്ങാനും തോന്നുന്നുണ്ടാ? നിക്ക് തോന്നിയിട്ട് തന്നെ എന്താ പെണ്ണെ കാര്യം? ഓരോ തവണ ഇക്ക് വരുമ്പോഴേ ഇന്നെ കാര്യമായിട്ട് ഏൽപ്പിക്കണ ആകെ ഒരു മുതലിതാ. പോവാൻ നേരത്ത് ഇതങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ഇടങ്ങറ് ഇന്നോളം വേറെ ഒരാൾക്കും മനസ്സിലാവൂലല്ലോ. മതി, വന്ന ദിവസം തന്നെ പോണ കാര്യം പറഞ്ഞ് ഈ ഞോളെ കണ്ണ് നിറക്കാൻ നിൽക്കണ്ട. മതി വർത്താനം പറഞ്ഞത്. എല്ലാവരും പോയി കിടന്നോളി. ബാക്കി വിശേഷമൊക്കെ നാളെ നേരം വെളുത്തിട്ട് പറയാ. ഇരിക്കുമ്മ. നമ്മളെ കാക്കാന്റെ പോക്കിനെ കുറിച്ച് പറയുമ്പോൾ കരയണ ഈ സൽമാത്താന്റെ കരച്ചിൽ നിർത്താനുള്ള ഒരു കാര്യമായിട്ടാ ഞാൻ വന്നിട്ടുള്ളത്. എന്തത്? ഇതും എന്റെ തിരിച്ചുപോക്കും കൂടി എന്താ ബന്ധം? അതൊക്കെ ഉണ്ട്. എന്നാ കുഞ്ഞോളെ, ഇത് എൻ്റെ കൈ കൊണ്ട് തന്നെ സൽമാത്താക്ക് കൊടുക്ക്. എന്താ കുട്ടിയോളെ, എന്തായാലും ഇതിലെന്റെ കാക്കാക്കും സൽമാത്താക്കും ഞങ്ങൾ കൊടുക്കുന്ന ചെറിയൊരു സമ്മാനാണ്. കാക്കാന്റെ എല്ലാ സങ്കടങ്ങളും മാറാനുള്ളൊരു സമ്മാനം. സമ്മാനം? എന്ത് സമ്മാനം? എന്താണ്? എന്താ സൽമാത്ത, ബിസ്മിൻ ചൊല്ലി വാങ്ങിച്ചോളി. ഇതെന്താ കുഞ്ഞോളെ? സൽമാത്ത തുറന്ന് വായിച്ചു നോക്കി. എന്താ സെൽമോ, എന്താണ് അതില്? അത് പിന്നെ ഇത് ഇങ്ങോട്ടൊന്ന് വായിച്ചു നോക്കി. എന്തൊക്കെയത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ശരി, ആ എഗ്രിമെന്റിൽ പച്ച മലയാളത്തിൽ കാര്യങ്ങൾ എഴുതിയിട്ടും കാക്കാക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഞങ്ങളെ സൽമാത്താക്കും കാക്കാക്കും ഞങ്ങൾ തരുന്ന സമ്മാനം. അതെ കാക്ക, കാക്കന്റെ പേരിൽ ഒരു ഷോപ്പ് വാങ്ങാൻ പോവാ. അതിന് കാശ് കൊടുത്തതിന്റെ എഗ്രിമെന്റ് ആണ്. മാഷാ അല്ലാഹ്, നേരാണ് കുട്ടികളെ കേൾക്കുന്നതൊക്കെ. എന്താ ഇതൊക്കെ? ഇത്രയും ലക്ഷങ്ങളും മുടക്കിയിട്ട് എനിക്കൊരു കട എടുക്കാൻ ഇത് ആരോട് ചോദിച്ചിട്ടാ നിങ്ങള്? ആദ്യം എന്താ ഇതൊക്കെ? ഇല്ല കാക്ക, അതിൽ എനിക്കൊരു പങ്കുമില്ല. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മളെ പുന്നാര പങ്കുകളാണ്. പൂർണ്ണ സന്തോഷത്തോടെ കാക്കാന്റെ പേരിൽ ഈ ഷോപ്പ് വാങ്ങുന്നത് കുഞ്ഞോളാണ്. കുഞ്ഞോളോ? എന്തൊക്കെ കുട്ടികളെ നിങ്ങൾ ഈ കാണിക്കുന്നതും പറയണതും ഒക്കെ? ഇത്ര പൈസക്ക് മടക്കെടുത്തി ഓൾക്ക് ഇതൊക്കെ വാങ്ങാൻ എങ്ങനെ ഇപ്പൊ പറ്റിയ? എന്താ തിരിയോ? നേരാണോ ഈ പറഞ്ഞതൊക്കെ? എന്താ അതിൻ്റെ ഒക്കെ പൊരുള്? അന്ന് കുഞ്ഞോളും ഓളെ അമ്മയും കൂടി സൽമാത്താനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വന്നതും മാക്ക് ഓർമ്മയില്ലേ? ആ
ആ അന്ന് കുഞ്ഞോളെ ഓളെ ഗോൾഡ് മൊത്തം സൽമാദാനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഓളെ ഗോൾഡ് മൊത്തം ഇന്നെ ഏൽപ്പിക്കാനോ? കാക്കാന്റെ കുട്ടി എന്തൊക്കെയാ കാട്ടണം? അന്റെ സ്വർണം വിറ്റിട്ടാണ്? അന്റെ സ്വർണം വിറ്റിട്ടാണോ? എന്തൊക്കെയാ കാട്ടണം? മോളേച്ച് കാക്ക പേടിക്കണ്ട. ഇത് കാക്കാടെ കുഞ്ഞോള് മുന്നത്തെ പോലെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമല്ല. ആരിസ് കാക്കാൻ്റെ അവിടുത്തെ വീട്ടുകാരി ഒക്കെ തീരുമാനത്തോടെയും സന്തോഷത്തോടെയും പൊരുത്തത്തോടെയും അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. എന്തൊക്കെ മോളെ ഈ കാണിച്ചു കൂട്ടിച്ചിരിക്കണത് ജി? എൻ്റെ ഗോൾഡ് മൊത്തം വിറ്റ് എന്തിനങ്ങനൊക്കെ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല സൽമാത്ത. എൻ്റെ കാക്ക ഇത്രയും കണ്ട കാലം ഞങ്ങളെല്ലാവരും സ്വന്തം മക്കളെ പോലെ കണ്ട് സ്നേഹിച്ച് നോക്കി ഉണ്ടാക്കിയതല്ലേ. എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എൻ്റെ കാക്കല്ലേ എനിക്ക് നടത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാക്കാക്ക് വേണ്ടി ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. അതൊക്കെ മോളെ ഈ കാക്കാന്റെ കടമല്ലേ. കാക്കാന്റെ കുട്ടികൾ എന്നും സുഖമായിട്ട് ജീവിക്കണം എന്ന് മാത്രമേ അന്നും ഇന്നും കാക്കാക്ക് പൂതിയുള്ളൂ. വേറെ കാക്കാക്ക് ഒരു ഇതുമില്ല. അന്നും ഇന്നും നിങ്ങൾ നന്നായിട്ടിരിക്കണം എന്നുള്ളൂ. വേറെ കാക്കാക്കൊന്നുമില്ല. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. കാക്കാടെ കുഞ്ഞോള് ഇപ്പൊ പൂർണ്ണ സന്തോഷത്തിൽ തന്നെയാണ് കാക്ക ജീവിക്കുന്നത്. ശ്രീധനും സ്വർണ്ണവും ഒന്നും ഇല്ലെങ്കിലും ഇന്നെ പൊന്നുപോലെ നോക്കണ ആരിസ്ഖാന്റെ വീട്ടുകാരിയാണ് കാക്ക ഈ പെങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിലും വലിയ സന്തോഷമൊന്നും ഇക്ക് വേറെ കിട്ടാനില്ല. ആ കുടുംബത്തില് എനിക്ക് എന്നും സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. അതുപോലെ നമ്മൾ ഈ വീട്ടില് സൽമാത്തി കാക്കി ഇനിയുള്ള കാലങ്ങളിൽ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അതാ ഞങ്ങളൊക്കെ സന്തോഷം. അതിനിപ്പോ സന്തോഷമില്ലാന്ന് ആരാ പറഞ്ഞത്? അല്ലേ സൽമുവ? ഒരു 4-5 വർഷത്തെ പ്രവാസം കൂടി നിന്നാല് തീരാമാത്തുള്ളൂ കാക്കാക്ക്. അതിനു വേണ്ടി എന്റെ കുട്ടി അന്റെ സ്വർണം നിനക്ക് തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല മോളെ. ചിന്നെ തോൽപ്പിച്ചല്ലോ പൊന്നാരന്റെ കുട്ടിയെ. കാക്ക ഇങ്ങനെയൊക്കെയാണ് പോയിക്കോളും. അതൊന്നൊരു ബേജാറാവുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. അത് മാത്രമേ കാക്കാന്റെ വിചാരമുള്ളൂ. ഇത് ആരിസിന്റെയും കൂടി തീരുമാനമാക്കാം. കുഞ്ഞോളോളെ സ്വർണം കൊണ്ട് ഇവിടെ ആദ്യം വന്നപ്പോ ഞാൻ ആദ്യം വിളിച്ചത് ആരിസിനാണ്. ഓള് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകണമെന്ന് ആരിസിനോട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. എന്തായാലും ഓളോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ഭാര്യനെ കിട്ടിയോണ്ട് ഇപ്പൊ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യം പറഞ്ഞു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. ഓനക്ക് മാത്രല്ല കുട്ടിയെ, ഈ ഇമ്മാക്കിപ്പോ ഇത് ചെയ്ത കാര്യം ആലോചിക്കുമ്പോ തന്നെ വല്ലാത്ത മതിപ്പ് തോന്നുന്നുണ്ട്. ഒരു കാര്യത്ത് മുതലിനും പണത്തിനും വേണ്ടി സ്വന്തം ഉമ്മാനും കൂടപ്പറപ്പോളി അടക്കം വേണ്ടാന്ന് പറഞ്ഞോളയച്ച് ആ ഇജന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് കേൾക്കുമ്പോ ഇമ്മാന്റെ മനസ്സ് നിറഞ്ഞ്. ഞാന് എന്താ നിങ്ങളോടൊക്കെ പറയാം. ഈ സ്നേഹത്തിന് പകരായിട്ട് ഈ കാക്ക എന്തെങ്ങൾക്കൊക്കെ തരിക ഒന്നും മനസ്സിലാവണില്ല. ഒന്നും വേണ്ട കാക്ക. കാക്കയും സൽമാത്തി ഞങ്ങൾക്കൊക്കെ തരുന്ന സ്നേഹമില്ലേ, അതിന്റെ മുന്നില് ഇതൊന്നും ഒന്നുമല്ല. എന്നാലും അത് വേണ്ടിയിരുന്നില്ല കുഞ്ഞോടെ. വലിയ മനസ്സമ്മാന്റെ കുട്ടിന്റെ കാലം ചെറുപ്പത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി നയിക്കാൻ തുടങ്ങിയതാ ഓന്. ഇന്നേ വരെ ഓൻക്കിച്ചിട്ട് ഓൻ ഒരു മുതലും സമ്പാദിച്ചുണ്ടാക്കിയിട്ടില്ല. ഈ ഇമ്മാന്റെ കണ്ണടയും മുന്നെങ്കിലും ഇന്റെ കുട്ടി സമാധാനത്തോടൊന്ന് നാട്ടിൽ കൂടി കാണാന് പഠിച്ചവനോട് തേടാത്തൊരു ദിവസം പോലും ഇല്ല. ഇപ്പൊ ഇമ്മാന്റെ ആ തേട്ടത്തിനും ഇമ്മാടെ കുട്ടി ഒരു പരിഹാരം ഉണ്ടാക്കി തന്ന്. ഇമ്മാടെ ആ പ്രാർത്ഥന പഠിച്ചാൻ കേട്ടെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ കാക്കഞ്ഞി പ്രവാസത്തേക്ക് തിരിച്ചു പോണില്ല.
കാക്കാക്കും സൽമാത്താക്കും കുടുംബത്തിനും ജീവിക്കാനുള്ളതൊക്കെ നമുക്ക് ഈ നാട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാം. ഇതുപോലൊരു കുടുംബത്തിൽ കയറി ചെല്ലാൻ ഏതൊരു പെണ്ണിനും പൂതി ഉണ്ടാവും. ജീവിതകാലം മൊത്തം ഒരു പ്രവാസി ഭാര്യയായിട്ട് ജീവിച്ച് തീർക്കേണ്ടി വരുമെന്ന് പേടിച്ചെനിക്ക് ഇന്ന് ഇതിലും വലിയൊരു സന്തോഷം വേറെ ഒന്നും കിട്ടാനില്ല. കാക്ക അനക്ക് തന്ന മുതല് മൊത്തം കാക്കാക്ക് വേണ്ടി തിരിച്ചു തന്നെന്ന് ഓർക്കുമ്പോ കാക്കാക്ക് സഹിക്കണില്ല, ചങ്കില് പടക്കണം. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം കാക്ക. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ കാക്കാടും സൽമാത്താടും കുറെ കടമകളുണ്ട്. അതുകൊണ്ട് മറുത്തൊന്നും പറയണ്ട. നാളെയാണ് രജിസ്ട്രേഷൻ. കാക്ക ഉണ്ടാണ്ട് വന്നിട്ട് അതിന് സൈൻ ചെയ്തെന്നാണ്. ഒരിക്കൽ വീടും പറമ്പും എന്റെ പേർക്ക് തന്ന് ഇജിന്റെ കണ്ണ് നിറയിപ്പിച്ച്. ഇപ്പതാ ഇവള് എന്റെ പേരിലെ കട എടുത്തെന്ന് ഓളിന്റെ പ്രവാസം അവസാനിപ്പിച്ചു. നിങ്ങളൊക്കെ സ്നേഹത്തിന് മുന്നിൽ ഈ കാക്കി താത്തി തോറ്റുപോയി മക്കളെ. സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഈ കാലത്ത് കൂടെപ്പുറപ്പുകളായ ഞങ്ങളിങ്ങനെ ചേർത്ത് നിർത്തണില്ലേ? വലിയ മനസ്സങ്ങൾക്കൊക്കെ. ഇമ്മാക്ക് സന്തോഷമായി കുട്ടികളെ. ഇമ്മാടെ കുട്ടികളിങ്ങനെ പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിക്കുന്നത് കാണുന്നതിലും വലിയ ഭാഗ്യം ഈ ഇമ്മാക്ക് ഇനി വേറെ എന്താ വേണ്ടത്? ഇമ്മാക്ക് സന്തോഷമായി. അത് ശരി, എല്ലാരും കരച്ചിലും സങ്കടമൊക്കെ എന്നൊക്കെ ആയിട്ട് തീർക്കാൻ വേണ്ടിട്ടല്ലേ കുഞ്ഞോട് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്നിട്ടിപ്പോ മൂന്നാളും കൂടി ഇരുന്ന് കരയാ. ഇത്രയും കണ്ട കാലം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇപ്പാനെ പോലെ കാക്കി ഒരു ഇമ്മാനെ പോലെ സൽമാത്തി ജീവിച്ചു തീർത്തില്ലേ. ഇപ്പോ നിങ്ങൾ കണ്ടെത്തി തന്ന ജീവിതത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അതുപോലെ ഇനി ഞങ്ങൾ കണ്ടെത്തി തന്ന ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ടത് കണ്ടാൽ മതി ഞങ്ങൾക്ക്, അല്ലേ? ഓൾക്ക് വേണ്ടി ഒരു പല സ്ഥാനത്ത് നിന്നുകൊണ്ട് കാക്ക ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ. പക്ഷെ ഞാനിതുവരെ ഓൾക്കൊന്നും ചെയ്തു കൊടുത്തില്ലല്ലോ. ഓൾ ഇന്ത്യയും കൂടി പെങ്ങളല്ലേ കാക്ക. ആരും ഒന്നും ചെയ്യണ്ട. നിക്കറിയാം, നിക്കൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇന്റെ ഈ രണ്ട് കൂടെപ്പിറപ്പോളും ഇന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നു. അതിന്റെ അപ്പുറം പിന്നെ നിക്ക് എന്താ വേണ്ടത്? എന്നാലും അത് മാത്രം പോരല്ലോ. കാര്യം കാക്കാൻ ഒരുപാട് സ്വർണം തന്ന് കെട്ടിച്ചു വിട്ടാണെങ്കിലും ഇന്നേക്ക് തിരിച്ചു പോണത് വെറും കൈയോടല്ലേ. ഇനിയിപ്പോ അങ്ങനെ വെറും കൈയോട് കയറി ചെന്നാലും അന്ന അവിടെ ഉള്ളവർ സ്വീകരിക്കാണ്ടൊന്നും ഇരിക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. ആ അതറിയാലോ. പിന്നെപ്പോ എന്താ, ആ സ്വർണം പോയതില് നിക്കൊരു സന്തോഷമില്ല. നമ്മളെ കുടുംബത്തിന് സമാധാനം സന്തോഷം കിട്ടണില്ലേ? അതിലും വലിയതായിട്ട് വേറെ ഒന്നും നിക്ക് വേണ്ട. കാര്യം ഞാനെന്റെ ഒരാളല്ലേ. കാക്ക നിനക്ക് വേണ്ടി ചെയ്തത്ര ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്കും ചെയ്തൂടെ, അല്ലേ നിലോ? ഇജെന്തൊക്കെയാ ഈ പറഞ്ഞ? അതങ്ങോട്ട് കൊടുക്കതില്ലോ. ഇതാ കുഞ്ഞോളെ, ഇതേ എൻ്റെ വലിയ മനസ്സിന് എൻ്റെ ചെറിയ ആങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. ഇതെന്താ? എന്താ അതി? എന്താ തിലോ അത്? സ്വർണ്ണാണാ? അതെ അമ്മ, ഇതിൽ അധികമൊന്നുമില്ല. എന്നാലും ഓൾക്ക് ആവശ്യത്തിന് ഇടാനുള്ളതൊക്കെ ഉണ്ടേനു. കാക്കാക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ അനക്കൊരു സന്തോഷം കിട്ടിയില്ലേ? അതുപോലെ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം, അത്രേ ഉള്ളൂ. വേണ്ടതില്ലോ? നോക്കാതിയേ, നിക്കിപ്പോ സ്വർണത്തിനോടൊന്നും ഒരു കൊതിയില്ലടാ. നിക്കിത് വേണ്ട. അത് നിന്നെക്കാട്ടി നന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഇത് നിനക്ക് സ്ത്രീധനായിട്ട് തരുന്നല്ല. ഏതെങ്കിലും കാലത്ത് നിനക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെന്നുണ്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കരുതല് അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോടെ വാങ്ങിച്ചോ. ഇമ്മാടെ കുട്ടി അത് വാങ്ങിച്ചോ? അത് ഓല സന്തോഷത്തിന് ഓല് മനസ്സറിഞ്ഞ് ഇമ്മാടെ കുട്ടിക്ക് തരണല്ലേ. സന്തോഷമായിട്ട് വാങ്ങിച്ചോ. അതെ, വാങ്ങിക്കു കുഞ്ഞോളെ. ഇജിത് വാങ്ങിയാലേ ഞങ്ങൾക്കും കൂടി സന്തോഷമാവുള്ളൂ. എന്നാ
ഇമ്മാക്ക് സന്തോഷമായി കുട്ടികളെ. ഇമ്മാടെ കുട്ടികൾ ഇങ്ങനെ പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിക്കുന്നത് കാണുന്നതിലും വലിയ ഭാഗ്യം ഈ ഇമ്മാക്ക് ഇനി വേറെ എന്താ വേണ്ടത്? ഇമ്മാക്ക് സന്തോഷമായി. എന്താ ഞാൻ പറയമ്മ, ഇതൊക്കെ കാണുമ്പോ സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് നിറഞ്ഞു. ദിലോ, ഇനിയിപ്പോ നമ്മൾ ഈ പുതിയ ബിൽഡിങ്ങിൽ തുടങ്ങാൻ പോണ ബിസിനസ് എന്താന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. എന്താ നമ്മൾ തുടങ്ങാൻ പോണത്? നമ്മളെ സൽമാത്താന്റെ ഫുഡിന്റെ ടേസ്റ്റേ നമ്മളെ വീട്ടിലും കുടുംബത്തിലും മാത്രമല്ലേ അറിയുള്ളൂ. ഇനി മുതലേ നമ്മളത് കേരളത്തിന്റെ ഉള്ളിലും പുറത്തും ഒക്കെ അറിയിക്കാൻ പോവുകയാണ്. ആ ഓ, അത് കലക്കി. ഞെട്ടണ്ട സൽമാത്താന്റെ ജീവിതം ഇങ്ങനെ ഈ വീടിന്റെ ഉള്ളിൽ മാത്രം വെച്ച് വിളമ്പി തീർക്കേണ്ട ഒന്നല്ല. ഞങ്ങളിൽ ആർക്കും ഇല്ലാത്ത ഒരുപാട് കഴിവുകൾ സൽമാത്താക്കുണ്ട്. അതുകൊണ്ട് ഇനി മുതലേ സൽമാത്തയും കാക്കി ഒരുമിച്ച് ഈ നാട്ടില് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവാ. മാഷാ അല്ലാ, അതൊരു നല്ല കാര്യം തന്നെയാണ്. സൽമാത്താന്റെ സ്പെഷ്യൽ റെസിപ്പീസ് ആയിട്ടുള്ള ഇടിയിറച്ചിയും അച്ചാറും ബീഫും അങ്ങനെ ഒരുപാട് റെസിപ്പീസോടില്ലേ, അതൊക്കെ നമ്മൾ സൽമാ സ്പെഷ്യൽ റെസിപ്പീസ് എന്നുള്ള പേരിൽ നമ്മൾ ലോകം മൊത്തം എത്തിക്കും. കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്, പക്ഷേ ഇതൊക്കെ നടക്കുമോ? ഒക്കെ നടക്കും. നാളത്തെ റിലീസ് ഒന്ന് കഴിക്കാൻ, അതിന്റെ പിന്നാലെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. പക്ഷെ അതൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നടക്കും മക്കളെ. അതിനൊക്കെ ഇപ്പൊ ഒരുപാട് വഴികളുണ്ട് കാക്ക. അതിലൊന്നാണ് ഡാഡ് മീഡിയ. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡാഡ് മീഡിയയെ ഏൽപ്പിക്കും. ഡാഡ് മീഡിയ അതെന്താ? ഈ ഡാഡ് മീഡിയ എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യാൻ പുറപ്പെടുന്ന ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ്സുകളില്ലേ, അത് ഒരുപാട് പേരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇപ്പൊ വീടിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സൽമാത്താന്റെ രുചിക്കൂട്ടോളെ ലോകം മൊത്തം അറിയട്ടെ. ഇൻഷാ അല്ലാ, ഇമ്മാടെ കുട്ടികളെ മനസ്സ് പോലെ ഒക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. എന്താ സൽമാത്ത, ഇനി 14 ദിവസം കഴിഞ്ഞാല് കാക്കാന്റെ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടാ? ഇല്ല. അങ്ങനെ സൽമാന്റെയും ആഷിഖിന്റെയും കഥക്ക് ഒരു ഹാപ്പി എൻഡിങ് ആയില്ലേ. ഇനി എല്ലാരും സന്തോഷമായിട്ട് പോയി കിടന്നിറങ്ങിക്കോളി. ഇത് വെറും ഒരു പ്രവാസി കഥ മാത്രമല്ല, ഒരുപാട് പ്രവാസികൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതം കൂടിയാണ്. കനിവാർന്ന കുടുംബത്തിന്റെ മനസ്സുകളുടെ കഥ പറയുന്ന കനിവെന്ന ഈ ഒരു കഥ നെഞ്ചിലേറ്റിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓരോ കുടുംബവും ഓരോ മനുഷ്യരും ഒരുപോലെയല്ല. എല്ലാ കുടുംബങ്ങൾക്കും ഇവരെ പോലെ ആകാൻ കഴിയുകയുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കഥ അവസാനിക്കുന്നു. കാത്തിരിക്കാം കനിവിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള മറ്റൊരു ജീവിതത്തിന്റെ പുതിയ തുടക്കത്തിനായി.